ഹലോ, എല്ലാ മക്കളും എന്നെ എടുക്കുവാണോ? എല്ലാവർക്കും നല്ലൊരു ദിവസമാട്ടെ. ഇന്ന് ശിശുദിനമാണ്. കുഞ്ഞുങ്ങളെല്ലാം അംഗനവാടി പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി നല്ല കുട്ടികളായിട്ട് പോയേക്കുമായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മക്കൾക്കും ശിശുവിന് ആശംസകൾ. പിന്നെ നമുക്കിന്ന് ചോറൊക്കെ, അതായത് ഞാൻ ചോറ് ഇന്ന് നേരത്തെ വിളമ്പി അങ്ങ് വെച്ചു കഴിക്കാനായിട്ട്. പിന്നെ എനിക്കിന്ന് പറയാനുണ്ടെന്ന് പറയാനായിട്ട്, ഏതോ ഒരു മോളെ ഏതോ ഒരു സഹോദരി ഇന്നലെ കമൻ്റ് ഇട്ടേക്കുന്നു, ഞങ്ങൾ ഒരുപാട് കറികൾ ഉണ്ടാക്കുന്നു. ഞാൻ പണ്ട് മുതലേ, അതുകൊണ്ടാണ് നമുക്ക് വീടില്ലാത്തത്. അത് അവിടെ കിടക്കട്ടെ. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെയാ, ഞാൻ വാടകയ്ക്ക് കിടക്കാൻ താമസിച്ചാൽ ഇപ്പോഴും അങ്ങനെ തന്നെ താമസിക്കുന്നത്. പക്ഷേ അത് വീടില്ലാത്തത് എനിക്ക് മേടിക്കാനുള്ള ഇത് ദൈവം തന്നിട്ടില്ല ഇതുവരെയായിട്ട്. വീടും കല്യാണവും ഒക്കെ അതിനൊരു സമയമുണ്ട്. പിന്നെ ഞാൻ കറി വെക്കുന്നതും എടുക്കുന്നതും എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ മക്കൾക്ക് എന്ത് കറി വെച്ച് കൊടുക്കണം, എൻ്റെ ഭർത്താവിന് എന്ത് കറി വെച്ച് കൊടുക്കണം, അത് എൻ്റെ ഇഷ്ടമാണ്. പക്ഷെ അവരങ്ങനെയല്ല പറഞ്ഞത്, നമ്മൾക്ക് ഒരുപാട് കറിയുണ്ട്, നമ്മുടെ പൈസയെല്ലാം നമുക്ക് തിന്നു കളയാനേ ഉള്ളൂ. ഞാനേ ഈ 1 കിലോ മീൻ മേടിച്ചാൽ ഞങ്ങൾ 3 ദിവസം കൂട്ടും. ആ 3 ദിവസം ഞാൻ മീൻകറി കാണിക്കും. അതിൻ്റെ കൂടെ ചിലപ്പം തലേദിവസം വെക്കുന്ന ചാറുകറി കാണും, അന്ന് വെക്കുന്ന ഒരു തോരൻ വേണം. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇതെല്ലാം ഒന്നും ഉണ്ടാക്കാതെ ഈ കാശെല്ലാം പാത്തു വെച്ച് എത്ര അനുഭവങ്ങൾ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. എത്ര അനുഭവങ്ങൾ ഫോണിൽ കൂടെ കാണുന്നുണ്ട്. ഓരോരുത്തർ അവരുടെ മക്കൾക്കുള്ള എല്ലാം കൊടുത്ത് മക്കളെ പഠിപ്പിച്ച് അവർ കഴിക്കാതെയും കുടിക്കാതെയും മക്കളെ എല്ലാം ജോലിക്ക് വിട്ട് വലിയ ഗവൺമെൻറ് ജോലിയും ഗൾഫുകാരും എല്ലാം ആക്കി കഴിഞ്ഞപ്പോൾ തന്തയും തള്ളയും കൊണ്ടുവന്ന് നേരെ കൊണ്ടാണ് അതിർത്തി കൊണ്ടാക്കുക. അതിലും ഭേദമില്ലേ നമ്മൾ ഉള്ളപ്പം തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കഷ്ടപ്പാട് അറിഞ്ഞു വളരണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കഷ്ടപ്പാട് നല്ലോണം അറിയാം. എൻ്റെ മോൻ 28 വയസ്സായി. ഇന്ന് ഈ നാഴി വരെ എൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ ആരെയും ഇന്ന് വരെ ഒരിച്ചി പോന്ന് പറയാൻ ഞങ്ങളാരെ അവൻ കണ്ടു വളർന്നാണ് ഞാൻ എങ്ങനെ കഷ്ടപ്പെട്ടെന്നുള്ളത്. അതായത് എനിക്കില്ലാഞ്ഞപ്പോഴും ഞാൻ 3-4 കൂട്ടം കറികളെ അത് എന്നെ അറിയാവുന്നവർക്കും എൻ്റെ കൂട്ടർക്കും എൻ്റെ കൂടപ്പറപ്പുകൾക്കും അല്ലെ എൻ്റെ ചേട്ടൻ്റെ കൂടപ്പറപ്പുകൾക്കും ഒക്കെ അറിയാം. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ ചെയ്യും. ഈ പറയുന്ന ചേച്ചി ചിലപ്പോൾ വലിയ മണിമാളികയിലായിരിക്കും താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് നീ ഏത് പറഞ്ഞ ആരല്ല, എനിക്ക് ഒത്തിരി സങ്കടമായിപ്പോൾ അത് കണ്ടപ്പം. ഞങ്ങൾ തിന്നിട്ടു, നീയൊക്കെ തിന്നിട്ടല്ലേടി വാടക കിടക്കുന്നത്. ഈ പറയുന്നവർ കോടികളുള്ളവരായിരിക്കും. വാടകയ്ക്ക് ആരും വാടകയ്ക്ക് കിടക്കുന്നവരില്ലേ? ഈ ലോകത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും വാടകയ്ക്ക് താമസിക്കുന്നവരാ. അത് പറയാനൊന്നും ആർക്കും ഒരു ആവശ്യമില്ല. ഞങ്ങൾ തിന്നിട്ട് വാടകയ്ക്ക് കിടക്കുന്നത്, തിന്നത് ഞങ്ങളുടെ കഴിവാണ്. ഞങ്ങൾ പിന്നെ നിങ്ങളോടൊക്കെ അതേ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല. പിന്നെ ഇന്ന് ഞാൻ കാമെഴുക്കുരട്ടി വെച്ചിട്ടുണ്ട്, സമ്മന്തി അരച്ചു, ഉണക്കമീനും വറുത്ത്. ഇന്ന് ഞങ്ങൾക്ക് ഇന്ന് ഈ കറി തന്നെയല്ലേ ഞങ്ങൾക്ക് നേരത്തെ പുളിക്കറി ഇരിപ്പുണ്ട്, മീൻകറി ഇരിപ്പുണ്ട്, ഇതൊക്കെ ഇരിപ്പുണ്ട്. അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കറി നിൽക്കണേക്കണം. അതുകൊണ്ട് നീ കറിയെല്ലാം കൂട്ടി, ഇതെല്ലാം പറഞ്ഞ ഒരു വ്യക്തിയോടാണ്, മറ്റുള്ളവരാരും എടുക്കല്ലേ. ഇതെല്ലാം കൂട്ടി കഴിക്കാൻ എല്ലാവരും ഓടി വായോ ചോറിന.